ത്തിന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞു. അക്ഷയ കേന്ദ്രം മാത്രമല്ല, നമ്മൾ എത്രയോ പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പോലീസുകാരെയൊക്കെ ബഹുമാനമാണ്. അതുപോലെ നമ്മൾ ആശുപത്രി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആശുപത്രികളെ കൊണ്ട് വില്ലേജ് ഓഫീസിൽ നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാ ആവശ്യത്തിനും നമ്മൾ വില്ലേജ് ഓഫീസിലോട്ട് പോകാറുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരാൾ എത്ര പ്രാവശ്യം ഗോളി പിടിച്ചു എന്ന് ആരും ചോദിക്കാറില്ല, എത്ര എണ്ണം വിട്ടു എന്ന് ചോദിക്കുകയുള്ളൂ. അതിനാണ് അതാണ് പ്രശ്നം. നമ്മളില് ഐറ്റം വേറെ നടത്തിയ പരിപാടികളിൽ എത്ര എണ്ണം നന്നായി, എന്തെല്ലാം കോമഡി ഉണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല. അതിലൊരു ബാക്ക് സൈഡ് കാണിച്ചു എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരു കുറ്റം. സാറേ, ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂരിൽ നിന്നൊരു ചേച്ചി ഒരു ദിവസം ഞങ്ങളെ വിളിച്ചു. പുള്ളിക്കാരത്തിന്റെ വീട് ചേർത്തലയാണ്. പുള്ളിക്കാരത്തി മണ്ണൂത്തി കാർഷിക സർവകലാശാല ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരത്തിന്റെ ഒരേ ഒരു ആങ്ങളെ മരിച്ചുപോയി. മരിച്ചുപോയിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഈ പുള്ളിക്കാരത്തിക്ക് ജോലിക്ക് പോകുന്നില്ല. ഒരു ഏക ആങ്ങളെ ആയതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് മരണത്തിലേക്ക്, ആത്മഹത്യ പ്രേരണയിലേക്ക് പുള്ളിക്കാരത്തി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇങ്ങനെ പുള്ളിക്കാരത്തിന്റെ മുടി നരച്ചു, പുള്ളിക്കാരത്തി ജോലിക്ക് പോകുന്നില്ല. അങ്ങനെ ഡിപ്രഷൻ ബാധിച്ച് പുള്ളി ഇങ്ങനെ തീർന്നോണ്ടേ ഇരുന്ന സമയത്ത് എൻ്റെ ഞങ്ങളുടെ ഒരു സ്കിറ്റ് അവിടെ ഒരു കൂട്ടുകാരി ഇവർക്ക് ഇട്ട് കൊടുത്തു. നീ ഇതൊന്ന് കാണടി എന്ന് പറഞ്ഞു. ആ ചേച്ചി ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ 10 സ്കിറ്റ് കണ്ടു. ആ ഒറ്റ ദിവസം കൊണ്ട് ആ ജീവിതത്തിലേക്ക് ആ പുള്ളിക്കാരത്തി തിരിച്ചു മടങ്ങി വന്നിട്ട് ഞങ്ങളുടെ നമ്പർ കാണിച്ചിട്ട് ഞങ്ങളെ വിളിച്ചു. ഇപ്പൊ ഞങ്ങൾ അവരുടെ സ്വന്തം ആങ്ങളെയും സ്വന്തം അനീതിയാക്കായിട്ട് ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. കാരണം ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൾഗർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ല. ഞങ്ങളെ കൊല്ലത്തേ ഉള്ളൂ. മാത്രമല്ല സാറേ, അതുപോലെ കുടുംബമായിട്ട് ജീവിച്ചിട്ട് അച്ഛനമ്മമാരെ കളയുന്ന അനാഥാലയം ഉണ്ടല്ലോ, അമ്പലപ്പുഴയിലുള്ള അച്ഛന്മാർക്ക് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നടത്തിപ്പുകാര് അവര് കുടുംബം പോയി എന്നെ കോണ്ടാക്ട് ചെയ്തു. അവരെ ഞാൻ നേരിട്ട് പോയി കാണാനിരിക്കും. ഇതുപോലെ സാറ് പറഞ്ഞതുപോലെ ഒരുപോലെ കുടുംബമായിട്ട് ജീവിച്ചവരാണ്. ഒരു സമയത്ത് അവരെ കൊണ്ടുപോയി അവിടെ കളഞ്ഞു. അവര് നമ്മുടെ കോമഡി കണ്ട് നമ്മളെ ചിരിച്ച്, അവരിപ്പൊ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോമഡി കണ്ട് ചിരിച്ച് നമ്മളെ കാണണം, നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് കോണ്ടാക്ട് ചെയ്തു. പോകും അമ്പലപ്പുഴയിലാണ്. തീർച്ചയായും പോകും. അവിടെയുള്ള അച്ഛനമ്മമാരെ ചെന്ന് കാണും. നിങ്ങൾക്ക് ഒരു നേരത്തിൽ സന്തോഷം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നിരിക്കും. അത് കെയർ ഓഫ് കോമഡി. അശ്ലീലത്തിന്റെ കേസ് പറഞ്ഞോണ്ട് പറയണം. അപ്പൊ നമ്മള് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിലെ ഏറ്റവും കൂടുതൽ എന്നിലെ ആ ഒരു സമയത്ത്, അതായത് എനിക്ക് 10-15 വർഷത്തിന് മുമ്പ് ഒരു ഫസ്റ്റ് നൈറ്റ് എന്നുള്ള സ്കിറ്റ് ഞാൻ അവതരിപ്പിച്ചു. അപ്പൊ അതിന്റെ ഇതിവൃത്തം ഫസ്റ്റ് നൈറ്റ് ആണെങ്കിലും അത് ഫാമിലി ആയിട്ട് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പലയിടത്തും ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എന്നെ വിളിച്ചതും ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോയതുമെല്ലാം ഈ ഫസ്റ്റ് നൈറ്റ് എന്നുള്ള സ്കിറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അത് അത്രയും മിതത്വത്തോടു കൂടി എല്ലാവരും നിൽക്കുന്ന രീതിയിൽ, എല്ലാവർക്കും കാണുന്ന രീതി ചെയ്തു. അപ്പൊ നമുക്കൊരു സംഭവം, നമുക്കത് ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട്, ആ ഒരു നിലവാരം നിലനിർത്തിക്കൊണ്ട്, അതിനകത്ത് അശ്ലീലങ്ങൾ വരാതെ ചെയ്തുകൊണ്ട് പോകാനുള്ള അതേപോലുള്ള സബ്ജക്റ്റുകൾ എടുത്ത് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. ഞാൻ ശശാങ്കോട് ചോദിക്കട്ടെ, 20 കൊല്ലത്തിന് മുമ്പ് അല്ലെ 15 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ള സ്കിറ്റ് അവതരിപ്പിച്ചു. ആൾക്കാർ വളരെ എൻജോയ് ചെയ്തു. അത് വേറെ കാലമായിരുന്നു, കൈയടിച്ചു. അതേ സാധനം ഇന്നിപ്പോൾ യൂട്യൂബിൽ വീണ്ടും വന്നാൽ ഇതുപോലുള്ള ഗൗരവക്കാര് പ്രശ്നം ഉണ്ടാക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ഒരേ കാഴ്ചപ്പാടാണ്. നമ്മൾ ഇപ്പോഴും ചെയ്യുമ്പോൾ അന്നത്തേനൊക്കെ കൂടുതൽ ഇന്നത്തെ കാലത്ത് പേടിക്കണം. ഹൈ വോൾട്ടേജ് കൊടുക്കും. ഇന്നത്തെ കാലത്ത് പേടിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അന്ന് നിങ്ങൾക്ക് ആരെയൊക്കെ വിമർശിക്കാൻ പറ്റും? ഇപ്പൊ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാവും അല്ലേ? ഭാര്യയും ഭർത്താവും സംസാരിച്ച് തമാശ ഉണ്ടാക്കുമായിരുന്നുണ്ട്. ഇപ്പൊ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ സമുദായക്കാരെ ഉണ്ടാക്കാൻ പറ്റില്ല. അടിക്കുന്ന സംഭവം പോലും ചെയ്യാറില്ല. മത സമുദായ ജാതി പരിപാടികളൊന്നും പറ്റത്തില്ല. പിന്നെ രാഷ്ട്രീയക്കാരെ പറ്റുമോ? നമുക്ക് താല്പര്യമില്ല. ഇപ്പൊ രാഷ്ട്രീയക്കാരെ പറ്റൂല. പറ്റത്തില്ല. പിന്നെ ആരെയാ ഇപ്പൊ ചെയ്യുക? ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്തരം സ്കിറ്റുകൾ ഇപ്പൊ ചെയ്യുന്നത്. ഒരുപാട് പേര്, ഒന്നല്ല, ഒരു 100 ആൾക്കാർ പറയാറുണ്ട് നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ ടെൻഷൻ ഫ്രീ ആണെന്ന്. പ്രത്യേകിച്ചും വിദേശത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. എന്ന് നമ്മളോട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനിച്ചതുപോലെ വല്ല അനുഭവം ഉണ്ടോ? ഇപ്പൊ ഇവർക്ക് സുമിക്കൊക്കെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. മറ്റേ ഫോൺ തൃശ്ശൂരിൽ നിന്ന് വന്ന ഫോൺ തീർച്ചയായും ഉണ്ടായി സാർ. ഒരുപാട് പേരുണ്ട്. ഒരെണ്ണം മതി, ഒരു സാമ്പിൾ പിടിക്കട്ടെ. ഞങ്ങൾ ഇപ്പൊ പാലക്കാട് ഇപ്പൊ ഒരു പ്രോഗ്രാം ഞങ്ങൾ പോയതേ ഉള്ളൂ. പാലക്കാട്. അവിടെ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പം ഒരു അമ്മച്ചി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് കുറെ നേരം ഇങ്ങനെ നിന്നു. അത് ആ ഹഗ്ഗിൽ നിന്ന് കിട്ടിയ ഒരു വല്ല അത് ഫീലിങ്സ് നമുക്ക് പറഞ്ഞു പറ്റുന്നതല്ല സാർ. അവർക്ക് നമ്മളെ നേരിട്ട് കാണാൻ പറ്റിയത് കണ്ടപ്പോ. പിന്നെ കായംകുളത്ത് കുറച്ച് അമ്മമാര് ജീവനോടെ കണ്ടല്ലോ എന്ന് പറഞ്ഞ ജീവനോടെ കണ്ടല്ലോ അല്ല, അവര് ടിവിയിലല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മളെ അങ്ങനെ കണ്ടപ്പോ പിന്നെ നമ്മള് അവരോട് കൂടെ സംസാരിച്ചപ്പോ അവര് നമ്മളോടൊക്കെ സംസാരിക്കോ അങ്ങനെയാ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു സാറേ, അത്തരം ക്യാപ്സ്യൂൾ ടെൻഷൻ ഫ്രീ ആണെന്ന് പലരെയും സ്ട്രെസ് കുറയ്ക്കുന്നത് 100 കണക്കിന് ആൾക്കാർ പറയുന്നത് ഇത്തരം വിമർശനങ്ങൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.